അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇനി വിളമ്പിയാൽ മാത്രം മതി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മധുരപ്പച്ചടി. പൈനാപ്പിളിൻ്റെ പകുതി, കുറച്ച് മുന്തിരിങ്ങ, ഒരു ബനാന പഴുത്തത് ഞാനെല്ലാം കട്ട് ചെയ്യാൻ പോകണേ. പാത്രം അടുപ്പ് വെച്ചു. അരക്കപ്പ് വെള്ളം ഒഴിക്കുവാണ്. അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഇടുന്നു. ആ കൂട്ടത്തിൽ ഇതിനാവശ്യമുള്ള ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. അടയ്ക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഞാനത് ഒന്ന് വേകട്ടെ. ഒരു 3/4 വേഗമാകുമ്പോഴത്തേക്കും നമ്മൾ ഏത്തക്കായും കൂടെ ചേർക്കുന്നുണ്ട്. ഏത്തക്കയാണ് അരിയാൻ പോവാണ്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തക്കയും കൂടി ഇടുവാണ്. പച്ചടിക്കുള്ള ഏത്തക്കയും കൂടി ഇടുവാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മധുരപ്പച്ചടി എന്നല്ലയോ? ഓൾറെഡി ഇതിന് മധുരം ഉണ്ട്. എന്നാലും നമ്മളിതിന് ഒരു 1.5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇടുവാണ്. പച്ചടിക്ക് വേണ്ടിയ അരപ്പ് ഞാൻ അരയ്ക്കാനായിട്ടുള്ള തേങ്ങ ഇടുവാണ്. ഒരു ആവശ്യത്തിനുള്ള തേങ്ങ, അതായത് ഒരു 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക് ഇങ്ങോട്ട് നല്ല പോണക്ക് മഷി പോണക്ക് അരയ്ക്കാൻ പോവാണേ. ശകല വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കട്ടെ. നമ്മൾ അരപ്പിടാൻ പോവാണേ. അരച്ച് വെച്ച് ജീരകം, കടുക്, പച്ചമുളക്, ശകല ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് വെച്ച് അരപ്പിടാൻ പോവാണേ. ഇപ്പം നമ്മുടെ മുന്തിരിങ്ങയും കൂടെ ഇടുവാണേ. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണേ. ഓഫ് ചെയ്ത് എന്നിട്ട് വേണം തൈരിടാനായിട്ട്. തൈരിടാൻ പോവാണേ. 1/2 കപ്പ്. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. ഇനി അതിനുള്ള കടുക് വറുക്കാനുള്ള പുറപ്പാടാണ്. കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണയ്ക്കകത്താണേ. കടുക് ഇടുന്നു, വറ്റൽമുളക് ഇടുന്നു, കരിവേപ്പില ഉള്ളിയും കൂടി ഇടുന്നേ. ഇനി ഞാൻ എണ്ണത്തിൽ ഒഴിക്കാൻ പോവാണേ. അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇനി വിളമ്പിയാൽ മാത്രം മതി. പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്.